Osmosis in a plant cell. Osmosis is the diffusion of water or solvent molecules through a semi-permeable membrane. Through a semi-permeable membrane എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാന്റ് സെല്ലിൻ്റെ കാര്യത്തിൽ ഇവിടെ സെൽ വാൾ ഉണ്ട് ഔട്ടർ കവറിംഗ് ആയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള ആ മെംബ്രെയിനാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെമി പെർമിയബിൾ മെംബ്രെയിനാണത്, പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ രണ്ട് സൊല്യൂഷൻസ് വേർതിരിച്ചിട്ടുണ്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട്. രണ്ട് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, അത് വാക്യൂളിലുള്ള സെൽസ് ആവാം, സൈറ്റോപ്ലാസം ആവാം. ഇവിടെ പുറത്തുള്ള അതിൻ്റെ മീഡിയത്തിൽ ഉള്ള ഒരു ഫ്ലൂയിഡ് ഏതാണോ അത്. ഇവിടെ ഇതിനെ തമ്മിൽ വേർതിരിക്കുമ്പോൾ അതിവിടെ ഓസ്മോസിസ് എവിടേക്ക് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ആ സൊല്യൂഷൻസ് തമ്മിലുള്ള അതിൻ്റെ ആ കോൺസെൻട്രേഷൻ്റെ വ്യത്യാസമാണ്. ഇവിടെ ഈ സെല്ല് നോക്കൂ, ഐസോട്ടോണിക് ആണ്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള വാട്ടർ ഫ്ലൂയിഡ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ അതേ കോൺസെൻട്രേഷൻ ആകുമ്പോഴാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുക, അത് ഐസോട്ടോണിക് ആണെന്ന് പറയാൻ പറ്റുക. സിമിലർ രണ്ടിടത്തും കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷനാണ് പുറത്തുള്ളതെന്ന് പറയാം. അഥവാ മീഡിയം സെല്ലിലിരിക്കുന്ന മീഡിയം ഐസോട്ടോണിക് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഒരു 10 മോളിക്യൂൾസ് ആണ് വാട്ടർ അങ്ങോട്ട് മൂവ് ചെയ്തെങ്കിൽ 10 മോളിക്യൂൾസ് വാട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. നെറ്റ് ഫ്ലോ എപ്പോഴും 0 ആയിരിക്കും. അഥവാ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓസ്മോസിസ് ഒരു നെറ്റ് ഫ്ലോ അത് 0 ആയിട്ട് നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് വാട്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇനി ഹൈപ്പോട്ടോണിക് ആവണമെങ്കിൽ ഇവിടെ പുറത്തെ ഉള്ളത് പ്യുവർ വാട്ടർ ആയിരിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റോപ്ലാസത്തിന് അഥവാ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനേക്കാൾ ഡൈല്യൂട്ടായി വാട്ടർ കൂടുതലുള്ളതായിരിക്കും പുറത്തുള്ള സൊല്യൂഷനെങ്കിലാണ് നമ്മളതിനെ ഹൈപ്പോട്ടോണിക് എന്ന് പറയും. ഇവിടെ ഒരു ഫ്രഷ് വാട്ടറിൽ സെല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഫ്രഷ് വാട്ടർ ഇവിടെയാണ് കൂടുതൽ. വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവ് സെല്ലിൻ്റെ ഉള്ളിലാണ്. സൈറ്റോപ്ലാസത്തിൽ വേറെ ഒരുപാട് മിനറൽസ് ലയിച്ചിട്ടുണ്ടായിരിക്കും, സൊല്യൂട്ട്സ് ലയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വാട്ടർ ഉള്ളിലേക്ക് കയറും. എൻഡോസ്മോസിസ് നടക്കും. നടക്കുന്നത് കൊണ്ട് സെല്ലിങ്ങനെ ടെർജിഡായിട്ട് വരും. എന്ന് വെച്ചാൽ അതിൽ വെള്ളം നിറഞ്ഞ് അതിൻ്റെ വാക്യൂൾ ഇവിടെ വന്നിട്ട് നന്നായി മുട്ടി നിൽക്കും. ഇതിനെ സെൽ മെംബ്രെയിനോട് ചേർന്നൊക്കെ നിൽക്കാൻ, വലിയ വാക്യൂളായിട്ട് മാറാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. സെല്ല് നല്ല ടെർജിഡാവും, നല്ല ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയായിട്ടിരിക്കും. ഇവിടെ ഹൈപ്പർട്ടോണിക് ആണ് സൊല്യൂഷൻ എങ്കിലോ, പുറത്ത് സൊല്യൂഷൻ ഹൈപ്പർട്ടോണിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആണ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി പുറത്ത് കുറവാണ്, ഉള്ളിൽ വാട്ടർ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ എന്ത് ചെയ്യും, വാട്ടർ എക്സോസ്മോസിസ് നടക്കും. എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. ഇവിടെയാണ് വെള്ളം കുറവ്, ഇവിടെ വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ സൊല്യൂഷൻ, ഇപ്പോൾ സോൾട്ട് ഉള്ള ഒരു സൊല്യൂഷനിൽ നമ്മൾ നല്ല ഇഷ്ടംപോലെ സോൾട്ട് ഇട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിൽ നമ്മൾ സെൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് സോൾട്ടാണ് കൂടുതൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ വെള്ളം എവിടെയാണ് കൂടുതൽ, സെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വെള്ളം കുറവുള്ളിടത്തേക്ക് കൂടുതലുള്ളിടത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് പോരും. അപ്പോൾ എക്സോസ്മോസിസ് നടക്കും. കണ്ടോ, വാട്ടർ പുറത്തേക്ക് പോരുന്നു. അപ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ സെല്ല് പ്ലേസ് ചെയ്താൽ എക്സോസ്മോസിസ് നടക്കും. ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ അഥവാ ഫ്രഷ് വാട്ടറിലൊക്കെ വെള്ളം വെച്ചാൽ എൻഡോസ്മോസിസ് നടക്കും. ഇവിടെ സെല്ല് മുഴുവൻ, ഈ പ്രോട്ടോപ്ലാസം മുഴുവൻ ഉള്ളിലേക്ക് വലിഞ്ഞ് ഷ്രിങ്ക് ചെയ്യും. എല്ലാം കൂടി ഒരു ചെറിയൊരു മാസ്സായി മാറിയിട്ടുണ്ട്. ഇതിനെ പ്ലാസ്മോലൈസിസ് എന്ന് പറയും. സൈറ്റോപ്ലാസം അതിൻ്റെ പ്ലാസ്മോലൈസിസ് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ, അതിൻ്റെ ഡിസ്ട്രക്ഷനൊക്കെയാണ് നമ്മൾ പറയുക. പ്ലാസ്മോലൈസിസ് നടക്കും. അങ്ങനെ സെല്ല് ആകെ ഷ്രിങ്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പ്രോട്ടോപ്ലാസം ഷ്രിങ്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊരു അൺഹെൽത്തി കണ്ടീഷനാണ്. ഇങ്ങനെയാണ് നമ്മൾ മാങ്ങ ഉപ്പിലിടുന്നതൊക്കെ, പിക്കിൾസ് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിലെ വെള്ളം പുറത്തേക്കാണ് പോരുന്നത്. നോക്കൂ, ഓസ്മോസിസ് ഇൻ പ്ലാന്റ് സെൽസ് ഒന്നും കൂടി നോക്കിക്കോളൂ. ഇവിടെ പ്ലാസ്മോളൈസ്ഡ് സെല്ലാകുമ്പോൾ എങ്ങനെയാണ്, വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് എക്സോസ്മോസിസ് നടന്നു കഴിഞ്ഞാൽ കണ്ടോ, പുറത്ത് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടെയുള്ള ഉള്ളിലാണ് കമ്പാരിറ്റീവ്ലി, സെല്ലിൻ്റെ ഉള്ളിലാണ് കമ്പാരിറ്റീവ്ലി വെള്ളം കൂടുതൽ. വാട്ടർ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവിടെ വാട്ടർ കൂടുതലും ഇവിടെ വാട്ടർ കുറവുമാണ്. വാട്ടർ എക്സോസ്മോസിസ് നടന്ന് ഇവിടെ സെല്ലാകെ ഷ്രിങ്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ എല്ലാ കണ്ടൻറ്റും അല്ലേ, പ്ലാസ്മോളൈസ്ഡ് സെല്ലാണ്. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇങ്ങനെ ഫ്ലാസിഡ് സെല്ല് ഇവിടെ ഈക്വലാണ് വാട്ടർ. അങ്ങോട്ടും പോകുന്ന മൂവ്മെൻറ്റ് ഇങ്ങോട്ട് പോകുന്ന മൂവ്മെൻറ്റും തുല്യമായിട്ട് വരുമ്പോൾ അത്
ഒരു നോർമൽ അവസ്ഥയിലിരിക്കും. ഇനി ടർജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വാട്ടറിലാണ് പ്ലേസ് ചെയ്യുമെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ഉള്ളിലേക്ക് കയറി സെല്ലിൻ്റെ ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിനിൽ ഇങ്ങനെ വീർത്ത് അവിടെ സെൽ വാളായിട്ട് മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. ടർജിഡ് സെല്ലായിട്ട് നിൽക്കും. ഇത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഐസോട്ടോണിക്, എന്താണ് ഹൈപ്പോട്ടോണിക്, എന്താണ് ഹൈപ്പർട്ടോണിക്. ഇത് കമ്പാരിറ്റീവ്ലി പറയുന്നതാണ്. എങ്ങോട്ടാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ നോക്കൂ, എൻഡോസ്മോസിസ് എന്താണ്? ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ഇൻ ടു ദ സെൽ. കണ്ടോ, ഉള്ളിലേക്കാണ്, ഫ്രം ഔട്ട്സൈഡ്. അതിനെ എൻഡോസ്മോസിസ് എന്ന് പറയും. എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്? സെല്ല് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലേക്ക് വയ്ക്കുമ്പോൾ. ഇവിടെ എക്സോസ്മോസിസ്, പുറത്തേക്ക് പോകുന്നു. ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഓഫ് ദ സെൽ, എക്സോസ്മോസിസ്. എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ സെല്ല് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാവും. ദ ഷ്രിങ്കേജ് ഓഫ് പ്രോട്ടോപ്ലാസം ഡ്യൂ ടു കണ്ടിന്യൂസ് എക്സോസ്മോസിസ്, അതിനെ പറയുന്ന പേരാണ് പ്ലാസ്മോളൈസിസ്. ഇനി ഇംബിബിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ തന്നെയാണ്. ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സ് ആണ് സാധാരണയായിട്ട് പറയുക, കൊളോയിഡ്സിലും. വിച്ച് അബ്സോർബ്സ് വാട്ടർ ആൻഡ് ഇൻക്രീസ് ഇൻ വോളിയം. ഇത് സാധാരണ ഈ സീഡ്സിലുണ്ടാവും. വാട്ടർ അബ്സോർബ് ചെയ്ത് സീഡ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യണമൊക്കെ, മുളയ്ക്കുന്നതൊക്കെ അങ്ങനെയാണ്. അതുപോലെ വുഡിലുണ്ടാവുമായിരിക്കും. വുഡിൽ എങ്ങനെയാണ് നോക്കൂ. എന്താണ് സംഭവം? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്. ഹൈഡ്രോഫിലിക് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആയിട്ടുള്ള സോളിഡ്സും കൊളോയിഡ്സും എല്ലാം വാട്ടർ അബ്സോർബ് ചെയ്ത് അത് വീർക്കും, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇംബിബിഷൻ എന്ന് പറയുന്നത്. വുഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. മഴക്കാലത്ത് ഇങ്ങനെ വുഡിൻ്റെ ഡോറൊക്കെ ശരിക്കും അടയാൻ പറ്റാതെ വരും. അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഇംബിബിഷൻ നടത്തി വാട്ടർ അബ്സോർബ് ചെയ്ത് അത് അങ്ങനെ തന്നെ വീർത്തിട്ട് അതിൻ്റെ ശരിക്കുള്ള ഫ്രെയിമിൽ ഫിറ്റ് ആവാതെ വരാറുണ്ട്. അതൊക്കെ ഇംബിബിഷൻ എക്സാമ്പിളാണ്.